നോക്കൂ, ഇപ്പോൾ നമുക്കറിയാവുന്നതുപോലെ CPM എന്തുകൊണ്ട് തോറ്റു എന്നതിനെ സംബന്ധിച്ച് വിശദമായി വിലയിരുത്തൽ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ പാർട്ടിയുടെ വിവിധ ഘടകങ്ങളിൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയുന്ന പോലെ വിശദമായി കേന്ദ്ര കമ്മിറ്റി രാജ്യത്തെ മൊത്തം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കുണ്ടായ തിരിച്ചടിയെ വിലയിരുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി കേരളത്തിലെ തിരിച്ചടിയെ വിലയിരുത്തിക്കൊണ്ട് കേന്ദ്ര കമ്മിറ്റി എത്തിയിരിക്കുന്ന നിഗമനം എന്ന് പറയുന്നത് ഇൻസ്റ്റൻസസ് ഓഫ് അരഗന്റ് ബിഹേവിയർ ഓഫ് കേഡേഴ്സ് ഫ്രം ടോപ്പ് ടു ബോട്ടം ആർ അലീനേറ്റിംഗ് പീപ്പിൾ ഫ്രം ദ പാർട്ടി എന്നാണ്. അതായത് അടിമുടി അഹങ്കാരം എന്നാണ് ഇന്ന് മനോരമ അതിനെ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്. അതായത് ഈ പറയുന്ന പാർട്ടി പ്രവർത്തകരുടെ, അത് മുകളിൽ നിന്ന് താഴെത്തട്ട് വരെയുള്ള പാർട്ടി പ്രവർത്തകരുടെ ധാർഷ്ട്യവും അഹങ്കാരവും ഈ പാർട്ടിയെ ജനങ്ങളിൽ നിന്ന് അകറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് CPMൻ്റെ കേന്ദ്ര കമ്മിറ്റിയാണ്. ആ വിലയിരുത്തൽ നടത്തിയിരിക്കുന്നത് CPMൻ്റെ കേന്ദ്ര കമ്മിറ്റിയാണ്. അപ്പോൾ എന്താണ് തോൽവിയുടെ പ്രധാനപ്പെട്ട കാരണം എന്ന് CPMന് ഉത്തമ ബോധ്യമുണ്ട്. അങ്ങനെയാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണല്ലോ അവരങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേർന്നത്. മാത്രവുമല്ല, കഴിഞ്ഞ ദിവസം ഡോക്ടർ തോമസ് ഐസക്, അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി അംഗമാണല്ലോ, അദ്ദേഹം എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു, അഹങ്കാരത്തോടെയും ധാർഷ്ട്യത്തോടെയുമുള്ള പെരുമാറ്റം ജനങ്ങളെ പാർട്ടിയിൽ നിന്നും അകറ്റുന്നു. ഇത് പാർട്ടിയുടെ എല്ലാ തലങ്ങളിലും കാണാം. ജനങ്ങളോട് എപ്പോഴും വിനയത്തോടെ വേണം പെരുമാറാൻ. ഇത് ഈ കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ തോമസ് ഐസക്കും പറയുന്നത്. കേന്ദ്ര കമ്മിറ്റി പറഞ്ഞിരിക്കുന്നത് അടിമുടി അഹങ്കാരം ഉണ്ടായിരിക്കുന്നു എന്നാണ്. അതുതന്നെയാണ് പിന്നെ പെരുമാറ്റങ്ങൾ ജനങ്ങളെ, പാർട്ടി പ്രവർത്തകരുടെ പെരുമാറ്റം ജനങ്ങളിൽ നിന്ന് പാർട്ടിയെ അകറ്റിയിരിക്കുന്നു എന്ന് തോമസ് ഐസക്കും പറയുന്നു. അപ്പോൾ ഞാനിത് രണ്ട് കാര്യങ്ങൾ ഇവിടെ പറയാൻ കാരണം, എവിടെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ തെറ്റുപറ്റിയത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് CPM എന്ന് പറഞ്ഞ പാർട്ടിക്ക് കൃത്യമായ ബോധ്യമുണ്ട്. ആ ബോധ്യമില്ല എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട. അതുതന്നെയാണ് അവർ എല്ലാ ഘടകങ്ങളിലും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഞാൻ വിചാരിക്കുന്നില്ല ഈ പറയുന്ന പെരുമാറ്റം മാത്രമാണ് തോൽവിയുടെ ഒരു കാരണമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇപ്പം നമുക്കറിയാം, ഇന്നിപ്പം ഗോവിന്ദ മാസ്റ്റർ കൃത്യമായി പറഞ്ഞത് കണക്ക് ശൈലി മാറ്റണം എന്ന് പറയുമ്പോൾ അത് മുഖ്യമന്ത്രിയുടെ ശൈലി എന്ന മാത്രം ചുരുക്കി കാണണ്ട. അത് ശരിയാണ്. കാരണം എന്താണ്, ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന ഒരു പാർട്ടി, ആ പാർട്ടിക്ക് എന്തെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചാൽ എപ്പോഴും ഭരണത്തിലിരിക്കുന്ന പാർട്ടിയെ സംബന്ധിച്ചും ആ ഭരണത്തിലിരിക്കുന്ന സർക്കാരിനെ സംബന്ധിച്ചും അതിൻ്റെ ശ്രദ്ധാകേന്ദ്രം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ആയിരിക്കുമല്ലോ. അദ്ദേഹമാണല്ലോ നയിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ കൂടുതൽ ശ്രദ്ധ അദ്ദേഹത്തിലേക്ക് കേന്ദ്രീകരിക്കും. അപ്പോൾ അദ്ദേഹം മൈക്കിനോട് പെരുമാറുന്ന രീതി, അല്ലെങ്കിൽ അവതാരകയെ ശകാരിക്കുന്ന രീതി, ഇത്തരം പ്രശ്നങ്ങളൊക്കെ ജനങ്ങൾക്കിടയിൽ മാധ്യമങ്ങളോട് പെരുമാറുന്ന രീതി, കടക്കുപുറത്ത് എന്ന് പറയുന്ന പ്രഖ്യാപനം, ഇതൊക്കെ ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യും. പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മൾ കൊയിലാണ്ടി ഗുരുദേവ കോളേജിൻ്റെ ആ കോളേജിൽ നിൽക്കുന്ന ഏരിയ കമ്മിറ്റി, SFIയുടെ ഏരിയ കമ്മിറ്റിയിലെ ഒരു നേതാവിൻ്റെ പ്രസംഗവും കേട്ടല്ലോ, അദ്ദേഹത്തിൻ്റെ വെല്ലുവിളിയും കേട്ടല്ലോ. അതാണ് ഈ പറഞ്ഞ അടിമുടി ധാർഷ്ട്യം എന്ന് പറയുന്നത്. അതാണ് ഈ പെരുമാറ്റത്തിലെ മോശം എന്ന് പറയുന്നത്. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ, അദ്ദേഹത്തിനൊരു ശൈലിയുണ്ട്. അത് ധാർഷ്ട്യത്തിൻ്റെയും അഹന്തയുടെയും ശൈലിയാണ്. ആ ശൈലി ആളുകളെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട ഒരു വിമർശനമല്ലത്. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ ശൈലിയെ സംബന്ധിച്ച് അപ്രീതികരമായി ജനങ്ങൾക്കൊരു വികാരമുണ്ട് എങ്കിൽ ആ വികാരം പരിശോധിക്കണമെന്ന് നിലപാടുള്ള ആളാണ് ഞാൻ. അവിടെ മാത്രം ഈ പ്രശ്നം അവസാനിക്കുന്നില്ല. അതാണ് ഈ തുടർഭരണത്തിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. തുടർഭരണത്തോടുകൂടി ഉണ്ടായിരിക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് തുടങ്ങി താഴെ വരെ ധാർഷ്ട്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഒരിക്കൽ കൂടി പറയട്ടെ, കൊയിലാണ്ടി ഗുരുദേവ കോളേജിലെ ഏരിയ കമ്മിറ്റി നേതാവിൻ്റെ പ്രസംഗം പോലും കേരളം വളരെ ശ്രദ്ധയോടുകൂടി കാണുന്നത് ധാർഷ്ട്യത്തിൻ്റെ ഉദാഹരണമായിട്ട് തന്നെയാണ്. അപ്പോൾ ഇതൊരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇതുകൊണ്ട് മാത്രമാണ് CPM ഇപ്രാവശ്യം, അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണിക്ക് പ്രാവശ്യം തിരിച്ചടി ഉണ്ടായത് എന്ന് കരുതുന്ന ഒരാളല്ല ഞാൻ. നോക്കൂ, ക്ഷേമ പെൻഷൻ ഒരു വിഷയമായിരുന്നു. അത് എത്രയോ ലക്ഷം ജനങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അത് കിട്ടാതെ വരുമ്പോൾ ആളുകൾക്ക് എതിർപ്പുണ്ടാകും, ആ ഭരണത്തോട് എതിർപ്പുണ്ടാകും. അതൊരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടുണ്ട്. ലൈഫ് മിഷൻ കേരളത്തിലൊരു ഭവന പദ്ധതിയാണ്. പാവപ്പെട്ട മനുഷ്യർക്ക് വീട് വെച്ച് കൊടുക്കുന്ന പദ്ധതിയാണ്. ഞാൻ സമ്മതിക്കുന്നു, സാമ്പത്തികമായ പ്രതിസന്ധി കേരളം അഭിമുഖീകരിച്ചിട്ടുണ്ട്. പക്ഷേ ജനം വിലയിരുത്തുമ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിഷേധമുണ്ട്. ഇപ്പോൾ സപ്ലൈകോയിൽ അവശ്യ സാധനങ്ങൾ ലഭ്യമാകാതിരിക്കുന്ന സാഹചര്യം വരുമ്പോൾ ജനങ്ങൾക്ക് പ്രതിഷേധമുണ്ടാകും, സർക്കാരിനെതിരായിട്ടുള്ളൊരു വികാരമുണ്ടാകും. അതുപോലെ സർക്കാർ ജീവനക്കാർക്ക് DA കുടിശ്ശിക വരുന്നു, അത് കൊടുക്കാൻ കഴിയുന്നില്ല, അപ്പോൾ അവർക്ക് ഒരു എതിർവികാരമുണ്ടാകും. കരാറുകാർക്ക് അവർക്ക് പൈസ കൊടുക്കാൻ കഴിയുന്നില്ല, അപ്പോൾ എന്ത് പറ്റും, ഈ പറയുന്ന വികസന പ്രവർത്തനങ്ങളെല്ലാം നിലയ്ക്കും. അപ്പോൾ നമ്മൾ സഞ്ചരിക്കുന്ന റോഡിൽ കുഴി ഉണ്ടാവും, അതിനത് പ്രതിഷേധമുണ്ടാവും. ഇങ്ങനെ വിവിധ ഘടകങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് CPMന് തോൽവി ഉണ്ടായിരിക്കുന്നത്. നമ്മളവിടെ ഒരു വിഷയം മാത്രം എടുത്തിട്ട്, അതായത് മുഖ്യമന്ത്രിയുടെ ശൈലി അല്ലെങ്കിൽ ധാർഷ്ട്യം, അത് മാത്രമാണ് ഈ തോൽവിക്ക് കാരണം എന്ന് പറയുന്നില്ല. പക്ഷേ അതൊരു സുപ്രധാനമായ കാരണമാണ്. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ അധികാരത്തിലിരിക്കുമ്പോൾ ഈ ജനതയോട്
ജനങ്ങളോട് സൗഹാർദ്ദപൂർണമായ ഒരു പെരുമാറ്റം ഉണ്ടാകുന്നത് അത് വളരെ അനിവാര്യമാണ് എന്നുള്ളതാണ്. കാരണം വെച്ചാൽ നിങ്ങൾക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതൽ വിനയാന്വിതരാകണം എന്നുള്ളതാണ് ജനം കരുതുന്നത്. നിങ്ങളെ അധികാരത്തിലേറ്റുന്നത്, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, നിങ്ങൾ MLA ആകുന്നത്, നിങ്ങൾ MP ആകുന്നത്, നിങ്ങൾ മന്ത്രിയാകുന്നത് ഏതെങ്കിലും ഒരു പരീക്ഷ എഴുതി പാസ്സായിട്ടല്ലെന്നേ, മറിച്ച് ജനം വോട്ട് ചെയ്തിട്ടാണ്. അപ്പോൾ അങ്ങനൊരു പദവിയിലേക്ക് എത്തുമ്പോൾ ജനങ്ങളോട് കൂടുതൽ ഉത്തരവാദിത്വത്തോട് കൂടുതൽ വിനയാന്വിതരായി പെരുമാറാനുള്ളൊരു ബാധ്യത അധികാരത്തിലിരിക്കുന്നവർക്കുണ്ട്. അത് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുമുണ്ട്. അപ്പോൾ അവിടെ ഈ ധാർഷ്ട്യം കാണിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും. അതൊരു പ്രതിച്ഛായ പ്രതിസന്ധിയാണ് യഥാർത്ഥത്തിൽ. ഒരു പ്രതിച്ഛായ പ്രതിസന്ധിയാണ്. അപ്പം ആ പ്രതിച്ഛായ നിർമ്മാണത്തിൻ്റെ ഉത്തരവാദി ആരാണ് എന്ന് പരിശോധിക്കപ്പെടണം. അത് നിങ്ങളിപ്പോൾ പറയുന്നത് പോലെ ഇപ്പോൾ ഗോവിന്ദ മാസ്റ്റർ അടക്കമുള്ള ആളുകൾ വിശദീകരിക്കുന്നത് ഞങ്ങളിത് പാർട്ടി കമ്മിറ്റികളിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്നറിയാമോ? നിങ്ങളുടെ പാർട്ടി കമ്മിറ്റിയും അതിൻ്റെ വിവിധ ഘടകങ്ങളും മാത്രമല്ല സമൂഹം എന്ന് പറയുന്നത്. നിങ്ങളുടെ പാർട്ടി പ്രവർത്തകരെ മാത്രം ബോധ്യപ്പെടുത്താൻ പോരാ. ഇത് നിങ്ങൾ പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വന്നിട്ടുള്ള ആ വീഴ്ചകൾ എന്താണെന്നുള്ളത് പൊതുജനങ്ങളോട് തുറന്നു പറയണം. ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെയുള്ള വീഴ്ചകൾ വന്നിട്ടുണ്ട്, ഞങ്ങളത് തിരുത്തുന്നു. അങ്ങനെ പറയുമ്പോഴാണ് അത് ബോധ്യപ്പെടുക. അതല്ലാതെ ബ്രാഞ്ച് കമ്മിറ്റി കൂടി, അതിന് കഴിഞ്ഞിട്ട് ഏരിയ കമ്മിറ്റി കൂടി, ലോക്കൽ കമ്മിറ്റി കൂടി, ജില്ലാ കമ്മിറ്റി കൂടി, സംസ്ഥാന കമ്മിറ്റി കൂടി, കേന്ദ്ര കമ്മിറ്റി കൂടി, നിങ്ങളൊരു 19 പേര് ഇരുന്നിട്ട് വട്ടം കൂടി ഇരുന്ന് ചർച്ച ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്, നമുക്ക് എന്തായാലും അതൊക്കെ ഒന്ന് തിരുത്തി മുന്നോട്ട് പോകാമെന്ന് പരസ്പരം പറഞ്ഞ് കൈകൊടുത്ത് പിരിയുക. ആ പരിപാടി നടക്കില്ല. അത് പൊതുജനങ്ങൾക്ക് മുന്നിൽ പറയണം. പിന്നെ നിങ്ങൾക്ക് ഈ വീഴ്ച സംഭവിച്ചു എന്ന് ബോധ്യപ്പെട്ടു, പല സ്ഥലങ്ങളിൽ നിങ്ങൾ അത് പറയുന്നുണ്ട്, പല കാരണങ്ങളാൽ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്, അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ തോൽവി എന്ന് പറയുന്നുണ്ട്. എന്താണ് ആ വീഴ്ച എന്ന് തുറന്ന് സമ്മതിക്കണം. അതൊന്നും മറച്ചു വെക്കേണ്ട കാര്യമില്ല. അത് മറച്ചു വെച്ചാൽ ജനങ്ങൾക്കത് ബോധ്യപ്പെടില്ല. ഇപ്പോൾ SFIയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദം, ആ വിവാദത്തിൽ എടുക്കുന്ന നിലപാടെന്താണ് ഇപ്പോഴും? ആ വിവാദത്തിൽ ഇപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടെന്ന് പറയുന്നത് ഒരു പരിധിയോളം ശരിയാണ്. SFIയെ വലിയ രീതിയിൽ ടാർഗറ്റ് ചെയ്തുകൊണ്ട് SFI ഒരു വലിയ അപകടം പിടിച്ച വിദ്യാർത്ഥി പ്രസ്ഥാനമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമൊക്കെ നടക്കുന്നുണ്ട്. എന്നാൽ അതിനെ പ്രതിരോധിക്കേണ്ടത് ഇപ്പോൾ സംഭവിച്ച കാര്യങ്ങളെ ന്യായീകരിച്ചുകൊണ്ടല്ല, അതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ആ വിദ്യാർത്ഥി സംഘടന നൽകിയിട്ടുള്ള സംഭാവനകളെ നിങ്ങൾക്ക് ഉയർത്തിപ്പിടിക്കാം, അത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം. എന്നാൽ അതിനെ തള്ളിപ്പറയുന്നതിന് പകരം ചെറിയ വീഴ്ചകൾ എന്തോ സംഭവിച്ചു, അതിനെ നിങ്ങൾ പർവ്വതീകരിച്ച് കാണിക്കുന്നു. അങ്ങനെയല്ല. അതൊന്നും ഇനി ഈ പൊതുസമൂഹം ഉൾക്കൊള്ളില്ല. അതാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾക്ക് വന്ന വീഴ്ചകൾ എന്താണെന്ന് നിങ്ങൾ പൊതുസമൂഹത്തോട് തുറന്നു പറയണം. ഇന്ന വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയണം. അത് തിരുത്താൻ പോകുന്നു എന്ന് പറയണം. അത് നിങ്ങളുടെ പാർട്ടി കമ്മിറ്റികളിൽ പരസ്പരം പറഞ്ഞ് കൈയടിച്ച് പിരിഞ്ഞാൽ അവസാനിക്കുന്ന പ്രശ്നമല്ല. അത് പൊതുജനങ്ങൾക്ക് ബോധ്യപ്പെടില്ല. അതുകൊണ്ട് ശൈലീമാറ്റം മുതൽ ഭരണപ്രതിസന്ധി വരെയുള്ള കാര്യങ്ങളിൽ ഒരു സ്വയം വിമർശനപരമായ സമീപനം സ്വീകരിച്ചുകൊണ്ട് തെറ്റുതിരുത്തൽ പ്രക്രിയയിലേക്ക് പോകുമ്പോൾ തുറന്ന മനസ്സോടെയുള്ള തെറ്റുതിരുത്തൽ പ്രക്രിയ മാത്രമാണ് അംഗീകരിക്കപ്പെടുക. തുറന്ന മനസ്സ് എന്ന് ഞാൻ പറയുന്നത് തുറന്ന മനസ്സോടുകൂടി കാര്യങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ വിശദീകരിക്കണം എന്നുള്ള അർത്ഥത്തിലാണ്. ആ വിശദീകരണത്തിലൂടെ ജനങ്ങളെ ബോധ്യപ്പെടുത്തി വീണ്ടും വിശ്വാസത്തിലെടുത്ത് ജനങ്ങളുടെ കൂടെ വിശ്വാസം ആർജിച്ചുകൊണ്ടേ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അവിടെ വീഴ്ച വന്നാൽ ഈ രാഷ്ട്രീയ പ്രസ്ഥാനം കേന്ദ്ര കമ്മിറ്റി കൃത്യമായി വിലയിരുത്തിയതുപോലെ ജനങ്ങളിൽ നിന്ന് അകന്നങ്ങത്ത് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകണോ വേണ്ടയോ എന്നുള്ളത് അടിമുടി ധാർഷ്ട്യം എന്ന് പറയുന്നത് പോലെ മുകളിൽ നിന്ന് തുടങ്ങി താഴെ തട്ടിലുള്ള പ്രവർത്തകർ വരെ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് എന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. Meet the editors.